കേരള സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം. കേരളത്തിലെ പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വലതുകാൽ മടക്കി വെച്ച് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപദേവതകളായി വേട്ടയ്ക്കൊരു മകൻ, ദുർഗാദേവി, നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. ഇനി ഐതിഹ്യത്തിലേക്ക് കിടക്കാം. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്ത് വെച്ചാണ് തിരുവിതാംകൂർ കരസേന രൂപം കൊണ്ടത്. അതിലെ ഒരംഗത്തിന് പുഴയിൽ നിന്നും ഒരു ഗണപതി വിഗ്രഹം കിട്ടുകയും മറ്റു സൈനികരുമായി ചേർന്ന് ആ വിഗ്രഹം ആരാധിച്ചു പോരുകയും ചെയ്തു. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ കരസേന ആസ്ഥാനവും തിരുവനന്തപുരത്തായി. തുടർന്ന് ഗണപതിക്ക് ക്ഷേത്രം പണിയണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പഴവങ്ങാടിയിൽ ക്ഷേത്രം പണിയുകയും ചെയ്തു. തിരുവിതാംകൂർ സൈന്യം മദ്രാസ് റെജിമെൻ്റ് ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലായി. പണ്ട് ഈ സ്ഥലത്ത് പഴക്കച്ചവടമായിരുന്നു. പഴം അങ്ങാടി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് പഴവങ്ങാടിയെ അറിയപ്പെട്ടു തുടങ്ങി. ഇവിടുത്തെ പ്രധാന വഴിപാട് നാളികേരം ഉടക്കലാണ്. ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിൽ വന്നാണ് മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും വളരെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും നടപ്പ് ദൂരം മാത്രമാണ് ഉള്ളത്. സമീപത്തായി ധാരാളം ഹോട്ടലുകളും ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.